പ്രണയവിവാഹമെന്ന് കേട്ടാൽ ഒരു കാലത്ത് എന്തോ വലിയ മഹാപരാധമായിരുന്നു. പല വീടുകളിലും കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാലം മാറി, സമൂഹത്തിൻ്റെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്നു. ജാതിയോ മതമോ ഏതായാലും മക്കളുടെ ഇഷ്ടത്തിന് വിവാഹം നടത്തിക്കൊടുക്കുന്ന മാതാപിതാക്കളുമുണ്ട്. എന്നാൽ ചിലർ കുട്ടികളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കും. അതിന് പല കാരണങ്ങളും ന്യായങ്ങളും കാണും. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബില എന്ന പെൺകുട്ടിയുടെ പ്രണയം വീട്ടുകാർ എതിർത്തത് അവൾ സ്നേഹിച്ച യുവാവിൻ്റെ സ്വഭാവദൂഷ്യം കാരണമാണ്. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തി അവൾ വീട് വിട്ടിറങ്ങി. വിവാഹം കഴിഞ്ഞ ശേഷമാണ് തൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് ഷിബില തിരിച്ചറിഞ്ഞത്. ഒടുവിൽ ലഹരിക്കടിമയായ യുവാവിൻ്റെ ക്രൂരത ആ മാതാപിതാക്കളെ വീണ്ടും കണ്ണീരണിയിക്കുന്നു. എന്താണ് ഷിബിലയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഉപ്പയുടെ കൈ തട്ടി മാറ്റി പ്രിയപ്പെട്ടവനൊപ്പം ഇറങ്ങിത്തിരിച്ചതാണ് താമരശ്ശേരിയിലെ ഷിബില എന്ന പെൺകുട്ടി. അന്ന് അവൾക്ക് പ്രായം 19. യാസിർ എന്ന ചെറുപ്പക്കാരനുമായി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം. ചെക്കനെക്കുറിച്ച് ഷിബിലയുടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ അത്ര നല്ല അഭിപ്രായമല്ല കേട്ടത്. യാസിർ ലഹരിക്കടിമയാണ്, പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന സ്വഭാവക്കാരനും. എന്നാൽ പ്രേമം തലയ്ക്ക് പിടിച്ച പെൺകുട്ടി വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചാണ് അയാളുടെ കൂടെ ഒളിച്ചോടിയത്. പിന്നീട് യാസിറിനൊപ്പം വാടക വീട്ടിൽ താമസം. അടുത്ത കാലത്ത് ഷിബിലയുടെ കുടുംബം ഇരുവരുമായി സഹകരിച്ചു തുടങ്ങി. യാസിറിൻ്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും നാൾക്കുനാൾ വർദ്ധിച്ചതോടെ 25-കാരിയായ ഷിബില കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് പോന്നു. ഇതിൻ്റെ പകയായിരുന്നു അരുൺ കൊലയ്ക്ക് കാരണം. ഒരു മാസമായി യാസിറുമായി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഷിബിലയുടെ വിദ്യാഭ്യാസ രേഖകൾ കൈമാറാനായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ ഭാര്യ വീട്ടിലെത്തിയിരുന്നു. നോമ്പുതുറ സമയത്ത് വീണ്ടും എത്താമെന്നും സലാം ചൊല്ലി പിരിയാമെന്നും അറിയിച്ച് മടങ്ങി. രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ യാസിർ ഷിബിലയെ വീട്ടിൽ നിന്ന് പിടിച്ചിറങ്ങി വെളിയിലെത്തിച്ച ശേഷം കുത്തുകയായിരുന്നു. തടയാനെത്തിയ ഷിബിലയുടെ മാതാപിതാക്കൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു. ആക്രമണം തടയാനെത്തിയ നാട്ടുകാരുടെ നേരെ കത്തിവീശിയാണ് യാസിർ കാറിൽ കയറി രക്ഷപ്പെട്ടത്. ഞാൻ വരുമ്പോൾ അവളെ ബ്ലഡ് വൈകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാർ ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസ്സുമൊക്കെ എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസിർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. കുത്തേറ്റ ശേഷവും യാസിറിനെ പിന്തുടർന്ന ഭാര്യാപിതാവ് അബ്ദുൾ റഹീം കാറിന്റെ ചില്ല് തകർത്തിരുന്നു. ഈ അടയാളം കണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിനടുത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രി യാസിറിനെ പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. ഭാര്യാപിതാവിനെ വകവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണോ യാസിർ ആശുപത്രി പരിസരത്ത് എത്തിയതെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. ഷിബിലയുടെ കുടുംബത്തിന് താല്പര്യമില്ലാത്തതിനാൽ യാസിറിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. അടുത്ത കാലത്താണ് കുടുംബം ഇരുവരുമായി സഹകരിച്ചു തുടങ്ങിയത്. യാസിറിന്റെ ലഹരി ഉപയോഗവും ശാരീരിക പീഡനവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതോടെ ഇരുവരും തമ്മിൽ കലഹവും ആരംഭിച്ചു. കഴിഞ്ഞ മാസം 28-ന്
ഭർത്താവിനെതിരെ ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാര്യയുമായി പിരിയാൻ യാസർ തയ്യാറായിരുന്നില്ലെന്ന് ഇരുവരുമായി മധ്യസ്ഥ ചർച്ച നടത്തിയ മുൻ വാർഡംഗം വർഗീസ് പറയുന്നു. 3 വയസ്സുള്ള മകളുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് യാസർ പ്രകോപിതനായിരുന്നു. ഭാര്യയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. ഇവിടെ കൂട്ടിക്കൂട്ടി പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുംപേരിൽ, അവൻ ഇവൻ്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധുവാണ്. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെയും കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നോയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ ഞങ്ങൾ പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ നിന്നപ്പോൾ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു ഷിബിലേറ്റ്. എന്നിട്ട് അത് പോസ്റ്റ് ഇട്ടു. അത് ഞാനും കണ്ടു. ഒരു മാസം മുമ്പ് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ കൊന്ന ആഷിഖും യാസറും സുഹൃത്തുക്കളായിരുന്നു. അമ്മയുടെ കൊലയ്ക്ക് ശേഷം യാസറിന്റെ ഫോണിൽ ആഷിഖിന്റെ ചിത്രങ്ങൾ കണ്ടതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തന്നെ യാസർ കൊല്ലുമോ എന്ന സംശയം ഇതിനുശേഷം ഷിബില പ്രകടിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു. അതേസമയം മകനെ ന്യായീകരിച്ച് യാസറിന്റെ അമ്മ സാബിറ രംഗത്തെത്തി. സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഷിബിലയും യാസറും തമ്മിലുണ്ടായത്. ഷിബിലയുടെ പിതാവ് ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കുകയായിരുന്നുവെന്നും സാബിറ പറഞ്ഞു. തെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക്. 12 മണി വരെ രണ്ടാൾ പറഞ്ഞിട്ടു, ഞങ്ങൾ പറഞ്ഞിട്ടു കേൾക്കാണ്ടായപ്പോൾ പോയതാവലെ കൂടെ ഇറങ്ങിയിട്ട്. അപ്പം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നുള്ള വാപ്പയമ്മയും പറഞ്ഞിട്ടാ പോയത്. തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോകണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് പറഞ്ഞ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കലുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം യാസറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതി ഉപയോഗിച്ച വാഹനവും ആയുധവും ഫോറൻസിക് സംഘം പരിശോധിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ഷിബിലയുടെ മൃതദേഹം കരികുളം ജുമാഅത്ത് പള്ളിയിൽ കബറടക്കി. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഷിബിലയുടെ ശരീരത്തിലാകെ 11 കുത്തുകളാണ് ഏറ്റിട്ടുള്ളത്. ന്യൂസ് 18 കോഴിക്കോട്. അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയായതോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് താമരശ്ശേരിയും സമീപ പ്രദേശങ്ങളും. 2.5 മാസത്തിനിടെ അവിടെ അരങ്ങേറിയത് 3 കൊലപാതകങ്ങൾ. അതിൽ അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ 2 കേസുകൾ. താമരശ്ശേരിയിൽ ക്യാൻസർ രോഗിയായ അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും കഴിഞ്ഞ ദിവസം ഭാര്യയെ വധിച്ച യാസറും ഉറ്റ ചങ്ങാതിമാരാണ്. 2 പേരും ലഹരി മാഫിയയിലെ കണ്ണികൾ. താമരശ്ശേരിയെ നടുക്കിയ മറ്റൊരു സംഭവമായിരുന്നു 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ്. ഇതോടൊപ്പം ഞെട്ടലോടെ കേട്ടതാണ് MDMA വിഴുങ്ങി യുവാവ് മരിച്ച സംഭവവും. ഇക്കഴിഞ്ഞ ജനുവരി 18-ന് താമരശ്ശേരി സ്വദേശിനി സുബൈദിയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. ഇവിടെ എത്തിയാണ് മകൻ ആഷിഖ് സുബൈദിയുടെ കഴുത്തറുത്തത്.
ഉമ്മയെ കാണാനെന്ന പേരിലെത്തിയ മകൻ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് സുബൈദയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു. ഉമ്മയെ കൊലപ്പെടുത്തിയ മുഹമ്മദ് ആഷിഖും പുതുപ്പാടിയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന യാസിറും സുഹൃത്തുക്കളെന്നാണ് സൂചന. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആഷിഖും യാസിറും ലഹരിക്കടിമകളാണെന്നും പ്രദേശത്തെ പ്രധാന MDMA ഇടപാടുകാരാണെന്നും സൂചനയുണ്ട്. ഭാര്യ ഷിബിലയെ കുത്തുന്ന സമയത്ത് യാസിർ ലഹരിയിലായിരുന്നില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. യാസിർ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ലഹരി മരുന്ന് കിട്ടാതെ വന്നപ്പോഴാണോ യാസിർ കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 1-നാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. സ്കൂളിലെ സെന്റ് ഓഫ് പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയൊരു തർക്കമാണ് അരുൺ കൊലയ്ക്ക് കാരണം. അതിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ തന്നെ MDMA പൊതി വിഴുങ്ങിയതിന് പിന്നാലെ യുവാവ് മരിച്ച സംഭവവും പുറത്തു വന്നത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ MDMA പൊതി വിഴുങ്ങിയ ഷാനിദും ലഹരിക്ക് അടിമയെന്നാണ് വിവരം. താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അടിവാരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൃത്യമായി അറിയാമെങ്കിലും പോലീസും എക്സൈസും ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർക്ക് വ്യാപകമായ ആക്ഷേപമുണ്ട്. ഇതിനു മുൻപും താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഒട്ടേറെ പേർക്ക് ലഹരി മരുന്ന് സംഘത്തിന്റെ മർദ്ദനമേറ്റിരുന്നു. അതിനാൽ പലരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ പോലും ഭയപ്പെടുകയാണ്. ബംഗളൂരുവിൽ നിന്നുള്ള പല ലഹരി മരുന്ന് ഇടപാടുകാരും താമരശ്ശേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസിനും എക്സൈസിനും കൃത്യമായി അറിയാം. എങ്കിലും നടപടികൾ ഉണ്ടാകാറില്ല. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ ഹരിപ്പാട് 10 വർഷത്തോളമായി മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്. ഹരിപ്പാട് താമരക്കൽ സ്വദേശി രമയുടെ മകൻ രാകേഷിനെ കാണാതായത് 2015 നവംബറിലാണ്. മകൻ്റെ തിരോധാനത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. പിന്നീടാണ് മകനെ കൊലപ്പെടുത്തിയതാണെന്ന് ചില സൂചനകൾ അവർക്ക് ലഭിക്കുന്നത്. 10 വർഷത്തിനിപ്പുറം രമ നീതി തേടി നിയമ പോരാട്ടത്തിലാണ്. മകൻ്റെ കൊലയാളികളെ കണ്ടെത്തണം. രാകേഷിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാണെന്ന് ആരോപിച്ച് അമ്മ കോടതിയെ സമീപിച്ചു. ഒടുവിൽ രാകേഷിൻ്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ പോലീസിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഹരിപ്പാട് സ്വദേശി കിഷോറിൻ്റെ വീട്ടിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മകന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ആരോപിച്ച് ഹരിപ്പാട് താമല്ലാക്കൽ പുത്തൻവീട്ടിൽ രമ കോടതിയെ സമീപിച്ചതോടെയാണ് രാകേഷിന്റെ തിരോധാനത്തെക്കുറിച്ച് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രമ ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2015 നവംബർ 5 രാത്രിയാണ് രാകേഷിനെ കാണാതാകുന്നത്. പിന്നീട് കാണാതായ ഭാഗത്തു നിന്നും രക്തക്കറകളും മുടിയും കണ്ടെത്തിയിരുന്നു. രക്തസാമ്പിൾ പരിശോധിച്ചതിൽ നിന്ന് രാകേഷിന്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. കുമാരപുരം സ്വദേശികളായ കിഷോർ, ശ്രീകുമാർ, ആദിത്യൻ, താമല്ലാക്കൽ സ്വദേശികളായ ബിജു, ബൈജു, ബിനു എന്നിവർ ചേർന്ന് രാകേഷിനെ കൊലപ്പെടുത്തിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹർജി പരിശോധിച്ച കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിളിച്ചു വരുത്താൻ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് കിഷോറിന്റെ വീട്ടിൽ ഹരിപ്പാട് പോലീസ് നടത്തിയ റെയ്ഡിൽ വിദേശ നിർമ്മിത തോക്ക്, 50 വെടിയുണ്ടകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം കണ്ടെത്തി. കിഷോർ ഇപ്പോൾ ഒളിവിലാണ്. പ്രതീക്ഷയുണ്ട്. ഇന്നലെ കിഷോറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ആയുധം അവൻ്റെ ഈ തോക്കുണ്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ മോനെ തോക്ക് കൊണ്ട് വെടിവെച്ച്
എന്തോ വെട്ടിയാണോ എന്താണോ ആ ഭാഗം ചിന്തിക്കുമ്പോൾ. ആദിത്യൻ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് രാകേഷിനെ കൊലപ്പെടുത്തിയ വിവരം പറഞ്ഞതായും വാദിഭാഗം പറയുന്നു. ഇതിൽ ബിനുവും ബൈജുവും നേരത്തെ തന്നെ കാണാതായ രാകേഷുമായി സംഘർഷത്തിലേർപ്പെട്ടവരാണ്. ശ്രീകുമാർ രാജേഷിന്റെ വീടിനടുത്തുള്ള ശ്രീയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്നത് രാകേഷ് ചോദ്യം ചെയ്തതും വൈരാഗ്യത്തിന് ഇടയാക്കി. കുറ്റാരോപിതരിൽ ഒരാളായ അജേഷിന്റെ ഭാര്യയുമായി രാകേഷിന് അടുത്ത ബന്ധം ഉണ്ടായിരുന്നതും കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കിഷോർ ഉൾപ്പെടെ ഹർജിയിൽ പറയുന്ന എല്ലാവരും സുഹൃത്തുക്കളും അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. പ്രതികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല. പുള്ളിയുടെ ഏറ്റവും അടുത്ത കൈക്കാരാണ് ഇവരെല്ലാം. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു തെളിവില്ലാതെ പുള്ളിക്ക് കൊടുത്ത പരാതി എന്താണെന്ന് പോലും പുള്ളി നോക്കിയില്ല. പുള്ളി അപ്പം ഇവർ പണക്കാരാണ്, ഞാൻ വെറും ഗതികെട്ടവളാണ്. പുള്ളി അതേപോലെ ആ കേസിനെ എഴുതി തള്ളിയെന്ന് വേണം പറയാൻ. രാഷ്ട്രീയ സമ്മർദ്ദത്തിനു മേൽ ഒതുക്കി തീർത്തുവെന്ന് ആരോപിക്കപ്പെട്ട തിരോധാന കേസാണ് ഒടുവിൽ കൊലപാതകമെന്ന നിഗമനത്തിൽ വീണ്ടും വെളിച്ചം കാണുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം അരീക്കോട് സ്വദേശി നിയാസ് നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ്. ലഹരി ഉപയോഗിച്ചാൽ ആരെയും ആക്രമിക്കും, കൊലവിളിയും മുഴക്കും. ലഹരിക്കടിമയായ നിയാസിന് പോലീസിനെ പോലും പേടിയില്ല. കഴിഞ്ഞ രാത്രി കഞ്ചാവ് ലഹരിയിൽ അയാൾ പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. നിയാസ് നാട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴായിരുന്നു പരാക്രമം. പിന്നീട് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയ നിയാസിനെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. മലപ്പുറം അരീക്കോട് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കിണറടപ്പ് സ്വദേശി 30-കാരനായ നിയാസ് ലഹരിയിൽ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കത്തി കാണിച്ച് യുവാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന ജീപ്പിനെയും അതുപോലെ സ്റ്റേഷനിൽ വന്ന പോലീസുകാരെ ആക്രമിക്കുകയും ജീപ്പിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തത്. പോലീസ് എത്തി യുവാവിനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. ഇതിനിടെയാണ് അരീക്കോട് പോലീസിന്റെ ജീപ്പിന്റെ ചില്ല് പ്രതി ചവിട്ടി തകർത്തത്. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയാസ് സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 അരീക്കോട്. തല്ലുണ്ടാക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തി നടക്കുന്ന ചില യുവാക്കളുണ്ട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ പോലും ആരോടെങ്കിലും ഏറ്റുമുട്ടും. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ യുവാക്കൾ തമ്മിലടിച്ചത് ഒരു ഷർട്ടിനെ ചൊല്ലിയാണ്. തുണിക്കടയിൽ നിന്നും ഇഷ്ടനിറത്തിലുള്ള ഷർട്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു. കടയ്ക്കുള്ളിലുണ്ടായ തർക്കം തെരുവിലേക്ക് വ്യാപിച്ചു. പിന്നീട് പോലീസ് എത്തിയതോടെ സംഘർഷമുണ്ടാക്കിയവർ ചിതറി ഓടി. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഷർട്ട് വാങ്ങാനാണ് രണ്ട് യുവാക്കളും കല്ലാച്ചിയിലെ തുണിക്കടയിലെത്തിയത്.
എന്നാൽ രണ്ടുപേർക്കും ഇഷ്ടമായത് ഒരേ ഷർട്ടായിരുന്നു. പരസ്പരം ഷർട്ട് ആവശ്യപ്പെട്ട് ഇരുവരും നിലയുറപ്പിച്ചതോടെ അവകാശവാദം വാക്ക് തർക്കത്തിലേക്കും കയ്യേറ്റത്തിലേക്കും വഴിമാറി. കടയുടെ പുറത്തേക്ക് ഇറങ്ങിയ യുവാക്കൾ പിന്നീട് വഴിയിലും ഏറ്റുമുട്ടുകയായിരുന്നു. ഇരുവരെയും പിന്തുണച്ച് സുഹൃത്തുക്കൾ കൂടി എത്തിയതോടെ കയ്യേറ്റം കൂട്ടയടിക്ക് വഴിമാറി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ ഇരുപക്ഷത്തെയും ആളുകൾ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പിന്നീട് പുലർച്ചെയോളം സ്ഥലത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ അഫാനെതിരെ ആദ്യമായി അമ്മ ഷെമിയുടെ നിർണായക മൊഴി. അഫാൻ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിപ്പിച്ചു. പിന്നീട് ചുറ്റിക കൊണ്ട് ആക്രമിച്ചുവെന്നും ഷെമി വെളിപ്പെടുത്തി. മുൻപ് കട്ടിലിൽ നിന്ന് വീണുവെന്ന് പറഞ്ഞ ഷെമി എല്ലാം തുറന്നു പറയുകയാണിപ്പോൾ. തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ അടിയന്തര ആവശ്യമുണ്ടായി. തുടർന്ന് ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചുവെന്നും അതാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നും മൊഴിയിൽ പറയുന്നു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി യൂട്യൂബിൽ വീഡിയോകൾ കാണുമായിരുന്നുവെന്നും അവർ പോലീസിനോട് വ്യക്തമാക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി മകനെതിരെ പോലീസിന് മൊഴി നൽകിയത്. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്നാണ് വെളിപ്പെടുത്തൽ. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ഫെബ്രുവരി 24-ന് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധു വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാന് ഇത് സഹിച്ചില്ലെന്നാണ് ഷെമിയുടെ മൊഴി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ ആദ്യം കഴുത്തിൽ ഷാൽ മുറുക്കിയ ശേഷം തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു. ഇതോടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അഫാൻ പുറത്തു പോയ ശേഷം തിരികെ വന്നാണ് ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പറഞ്ഞു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ കാണിക്കുമായിരുന്നുവെന്നും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി. അതേസമയം ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെയുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയുടെ കാരണം എന്താണെന്നതിൽ ഷെമി വ്യക്തമായ മറുപടി നൽകിയില്ല. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാകും. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഷെമിയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ഉളിയകോവിലിലെ ഫെബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തേജസ് രാജ് എത്തിയത് കൂട്ടക്കുരുതി ലക്ഷ്യമിട്ട്. കാമുകിയെയും കുടുംബത്തെയും വകവരുത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. കയ്യിൽ കരുതിയ ഇന്ധനം വീടിനുള്ളിൽ ഒഴിച്ചതായും തീ കൊളുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കത്തിയെടുത്ത് കൃത്യം നടത്തിയതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനായി കരുതിയ 2 പെട്രോൾ ടിന്നുകളിലൊന്ന് കാറിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. അക്രമം നടത്തിയത് തേജസ് രാജാണെന്ന് അറിയാമായിരുന്നിട്ടും ആദ്യം തുറന്നു പറയാൻ ഫെബിൻ്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരിയുടെ മൊഴിയും പോലീസ് ഉടൻ ശേഖരിക്കും. ഉളിയക്കോവിൽ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്.
കൊലപാതകത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് യാദർച്ഛികമല്ലെന്നും പോലീസ് പറയുന്നു. സംഭവ ദിവസം രാവിലെ തന്നെ തേജസ് രാജ് വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ടിരുന്നതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ തേജസ് എവിടെയെല്ലാം പോയി, കൃത്യത്തെപ്പറ്റി മറ്റാരോടെങ്കിലും സംസാരിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തേജസിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഫെബിന്റെ സഹോദരി വീട്ടിലുണ്ടാകുമെന്ന് കരുതിയെത്തിയ തേജസ് അവരെ കൊലപ്പെടുത്താനാണ് പ്രധാനമായി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പോലീസ് കരുതുന്നത്. അക്രമം നടത്തിയ ആളെ പറ്റിയുള്ള വിവരം ആദ്യം വീട്ടുകാർ മറച്ചുവെച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട്. കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ചെത്തിയത് തേജസ്സാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇക്കാര്യം തുറന്നു പറയാൻ ഫെബിന്റെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് തേജസിനെ പറ്റി ഇവർ വെളിപ്പെടുത്തിയത്. തേജസ്സാണ് ഫെബിനെ കുത്തിയതെന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഉടൻ തന്നെ ഫോണിൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പിന്തുടരാനും പിടികൂടാനുമാകുമായിരുന്നു. ഫെബിന്റെ സഹോദരിയുമായുള്ള വിവാഹത്തിൽ നിന്ന് വീട്ടുകാർ പിന്മാറിയതാണ് തേജസ് രാജിനെ പ്രകോപിപ്പിച്ചതും കൃത്യത്തിലേക്ക് നയിച്ചതും. ഈ പെൺകുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ഫെബിന്റെ പിതാവ് ഗോമസ് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വിശദമായി മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഫെബിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് എതിർവശത്തുള്ള തുയ്യം ഇടവക സെമിത്തേരിലായിരുന്നു സംസ്കാരം. ന്യൂസ് 18 കൊട്ടാരക്കര. ജീവിതമെന്നാൽ സന്തോഷം മാത്രം നിറഞ്ഞതല്ല. കഷ്ടപ്പാടും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. എന്നാൽ മനസ്സിടയ്ക്കൊന്ന് പതറിയാലോ? അങ്ങനെയുള്ളവരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കൊല്ലത്ത് കടബാധിതയും അർബുദ രോഗവും വില്ലനായി എത്തിയ വീട്ടിൽ നഷ്ടമായത് 3 ജീവനുകൾ. മയ്യനാട് താന്നിയിലാണ് 2 വയസ്സുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ ജീവനൊടുക്കിയത്. 38-കാരനായ അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ രോഗത്തെക്കുറിച്ചും സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. മയ്യനാട് താന്നിയിലെ വാടക വീട്ടിൽ അജീഷിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കുടുംബം താമസിച്ചിരുന്നത്. രാവിലെ ഉണരുന്ന സമയം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ വന്നതോടെ മാതാപിതാക്കൾ ചെന്ന് നോക്കിയപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹം കട്ടിലിലായിരുന്നു. സമീപത്തായി അജീഷും സുലുവും തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. മാതാപിതാക്കളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. നാടിനെ നടുക്കിയ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വീട്ടിൽ 3 പേർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. നാട്ടിൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ, അതായത് നല്ല രീതിയിൽ ജീവിച്ച് ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ രാവിലെ ഉറപ്പെഴുന്നേൽക്കാൻ വന്ന് നോക്കുമ്പോഴാണ്, രക്ഷകർത്താക്കൾ വന്ന് നോക്കുമ്പോഴാണ് ഈ മരണം കാണുന്നത്. ഇപ്പോൾ പോലീസ് വന്നു അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയൂ. പോലീസെത്തി മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. സാമ്പത്തിക ബാധ്യതയും അജീഷിന് അർബുദ രോഗം സ്ഥിരീകരിച്ചതും കുടുംബത്തെ തളർത്തിയെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടെന്നുമാണ് കുറിപ്പിലുള്ളത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അജീഷ് 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അടുത്തയിടെ അജീഷിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. കുട്ടിക്കും ജനന സമയം മുതൽ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ധാരാളം പണം ചെലവായിരുന്നു. ഇതെല്ലാമാണ് കുടുംബത്തെ കടക്കിണിയിലാക്കിയതെന്നാണ് വിവരം. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി.
ന്യൂസ് 18 കൊട്ടാരക്കര. 12 വയസ്സുള്ള പെൺകുട്ടിക്ക് ഒരു കൊലപാതകം നടത്താൻ കഴിയുമോ? ആ രീതിയിൽ അവളുടെ മനോഭാവം എത്തിയെങ്കിൽ പിന്നിൽ പല കാരണങ്ങൾ കാണാം. ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു, പിന്നെ അമ്മയും ഉപേക്ഷിച്ചു. അങ്ങനെ മുറിവേറ്റ ബാല്യം. വീട്ടിൽ അച്ഛൻ്റെ അനുജന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ മുതൽ 12-കാരിയുടെ മനസ്സിൽ പകയായിരുന്നു. അത് പലതവണ അവൾ പ്രകടിപ്പിച്ചതുമാണ്. അങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഉടൻ മാതാപിതാക്കളും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യവും കേസന്വേഷിച്ച വളപട്ടണം പോലീസിനെ തുണച്ചു. കേസിൽ പ്രതിയായ 12-കാരിയുടെ മാനസികാവസ്ഥ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷമേ കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റുകയുള്ളൂ. പിതൃസഹോദരന്റെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് 12-കാരി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിയെ CWCക്ക് മുന്നിൽ ഹാജരാക്കി. മാനസിക നില കണക്കിലെടുത്ത് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. കുട്ടിക്ക് പരിഗണനയും സംരക്ഷണവും ആവശ്യമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കൗൺസിലിംഗിന് ശേഷം കുട്ടിയെ കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റും. മാതാപിതാക്കൾ നഷ്ടമായ പെൺകുട്ടി പിതൃസഹോദരന്റെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. പിതൃസഹോദരന് കുട്ടി പിറന്നപ്പോൾ തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിനോടുള്ള വൈരാഗ്യം 12-കാരി നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് കുഞ്ഞിന് വാക്സിൻ എടുത്ത രേഖകളും മറ്റും പെൺകുട്ടി പുറത്തേക്ക് എറിഞ്ഞിരുന്നു. ആഴ്ചകൾ മുമ്പ് വീട്ടിലെ 2 മൊബൈൽ ഫോണുകളും രേഖകളും നഷ്ടപ്പെട്ടു. തിരച്ചിൽ നടത്തിയപ്പോൾ വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഇവ ലഭിച്ചു. ഇതിന് പിന്നിലും ഈ കുട്ടിയാണെന്നാണ് സംശയം. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ പ്രതിയിലേക്ക് എത്താൻ വളപട്ടണം പോലീസിനെ തുണച്ചത് മൊഴികളിലെ വൈരുദ്ധ്യമാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ കൂടി സംശയം പ്രകടിപ്പിച്ചതോടെ കുഞ്ഞിനൊപ്പം ഒരേ മുറിയിൽ ഉറങ്ങിയിരുന്ന 12-കാരി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഈ മുറിയിൽ 12-കാരിക്ക് പുറമെ നാട്ടിലേക്ക് പോയ ബന്ധുവിന്റെ 4 വയസ്സുകാരി മകളും ഉണ്ടായിരുന്നു. രാത്രി 11-ന് ശുചിമുറിയിൽ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ അടുത്ത് കുട്ടിയെ കണ്ടില്ലെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത്. പിന്നീട് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നുവെന്നും പറഞ്ഞു. രാത്രി ഇരുട്ടത്ത് ആരോ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതായി കണ്ടെന്നുകൂടി പറഞ്ഞതോടെ സംശയം വർദ്ധിച്ചു. എന്നാൽ മുറിയുടെ വാതിൽ അകത്തുനിന്ന് തന്നെ തുറന്ന നിലയിലായിരുന്നതിനാൽ മുറിക്കകത്തുള്ളവർ തന്നെയാണ് കൃത്യം ചെയ്തതെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് പ്രദേശവാസികൾ ഇനിയും മുക്തരായിട്ടില്ല. കുഞ്ഞിനെ കാണാനില്ലെന്നറിഞ്ഞ് വാടക ക്വാർട്ടേഴ്സിന് ചുറ്റും തിരച്ചിൽ നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒടുവിൽ വെറുതെ കിണറ്റിലേക്ക് ടോർച്ചടിച്ചു നോക്കിയപ്പോഴാണ് കുഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. ന്യൂസ് 18 കണ്ണൂർ. സ്വർണ്ണവില റെക്കോർഡും പിന്നിട്ട് കുതിക്കുകയാണ്. ഇത് വ്യാപാരികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കാം. എന്നാൽ അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. കവർച്ചാ സംഘങ്ങൾ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ജ്വല്ലറികളെയും സ്വർണ്ണക്കട ഉടമകളെയുമാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും സ്വർണം തട്ടാൻ ശ്രമം. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് പെരിന്തൽമണ്ണ ദർശന ഗോൾഡ് ഉടമ സുരേഷിന് നേരെ മുളകുപൊടി ആക്രമണമുണ്ടായത്. എന്നാൽ സ്വർണം കൈവശമില്ലാത്തതിനാൽ കവർച്ച നടന്നില്ല. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിന് സമീപമുള്ള റോഡിലൂടെ ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് മുളകുപൊടി വിതറി കവർച്ചാശ്രമം ഉണ്ടായതെന്ന് സുരേഷ് സൂര്യവംശി പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിൽ പോകുന്നതിന് മുന്നേ പിന്നെ ഒരു വളവില് പിന്നെ ഒരു നല്ലൊരു സ്പീഡായിട്ട് പിന്നെ 3 ആളെ വെച്ചിട്ട് ബൈക്കായിട്ട് വന്നു. ബൈക്കോട് ഇനി ഇടിക്കാനായിട്ട് വരുന്നത്. ഇടിക്കാനായിട്ട് വന്നതോടുകൂടി ഞാൻ ഒന്നൊരു വണ്ടി ഒതുക്കി. ആ ഒതുക്കോടുകൂടി പിന്നെ ഒരു ഒറ്റ മുളകുപൊടി ഇടല് ബാക്ക് തേങ്ങായി. ആ ഇടലോടുകൂടി പിന്നെ എനിക്ക് പിന്നെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. ആ അടിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു, ഞാൻ വേഗം പിന്നെ ഒന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ കുറെ വെച്ചപ്പടം ഉണ്ടാക്കി
പിന്നെ ഇവരെ ഉണ്ണിയേട്ടൻ്റെ മകൻ ഹരി വേഗം വന്നോടെ ഇയാളുടെ ഇരുചക്രവാഹനത്തിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതിയാണ് മോഷ്ടാക്കൾ മുളകുപൊടിയുമായി ആക്രമിക്കാൻ ഒരുങ്ങിയതെന്നാണ് സംശയം. കയ്യിൽ സ്വർണം കയ്യിൽ പിന്നെ സ്വർണ്ണമില്ല ഫുള്ള് സെൽഫിലായിരുന്നു. നമ്മൾ സ്വർണം ഇങ്ങനെ മോഷണം നടത്താനാണ് എന്താണ് ഇങ്ങനെ ഉറപ്പില്ല കാരണം ഇത് ഉറപ്പ് എന്തായാലും സ്വർണം പിന്നെ കടത്താൻ വേണ്ടിയിട്ട് അവർ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമീപത്തെ CCTV ദൃശ്യങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു വരികയാണ്. പെരിന്തൽമണ്ണ CI വ്യാപാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ചില കള്ളന്മാർ മാന്യമായ വേഷം ധരിച്ച് നമ്മുടെ അടുത്ത് കൂടും. പോലീസാണെന്നും SI ആണെന്നും ഒക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തും. എന്നാൽ അങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചാൽ ചതിക്കപ്പെടുമെന്ന് ഓർത്തോളൂ. കൊല്ലം പെരുമ്പുഴയിൽ വ്യാപാരിയുടെ 50,000 രൂപ തട്ടിയെടുത്തത് മരുമകൻ SI ആണെന്ന് പരിചയപ്പെടുത്തിയെത്തിയ ആളാണ്. പ്രതിക്ക് വേണ്ടി CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം കുണ്ടറ പെരുമ്പുഴയിൽ വർഷങ്ങളായി പലചരക്ക് മൊത്ത വ്യാപാരം നടത്തിവരുന്ന 80-കാരനായ അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കടയിലെത്തിയ മോഷ്ടാവ് കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണ് മരുമകനെന്നും പുതിയതായി കട തുടങ്ങിയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടു. നിസ്കാരത്തിനായി പള്ളിയിൽ പോകേണ്ട സമയമായതിനാൽ പോയി വന്നിട്ട് സാധനങ്ങൾ തരാമെന്ന് വ്യാപാരി അറിയിച്ചു. പണം സൂക്ഷിക്കുന്ന മേശയുടെ താക്കോൽ കടയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച ശേഷം ഇദ്ദേഹം പള്ളിയിലേക്ക് പോയി. മാറി നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച മോഷ്ടാവ് വ്യാപാരി പോയ ശേഷം താക്കോലെടുത്ത് മേശ തുറന്ന് 50,000 രൂപ കൈക്കലാക്കി കടന്നു കളഞ്ഞു. പാപ്പ പള്ളിയിൽ പോയ സമയത്ത് പോകുന്നതിന് മുമ്പ് കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ 83 വയസ്സുണ്ട്. കൈ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വേറൊരു ഭാഗത്തേക്ക് വെച്ചു. പിന്നെ SI ആണെന്ന് പറഞ്ഞുകൊണ്ട് സംശയമില്ല, ഇയാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ടിപ് ടോപ്പാട്ട വേഷവും അങ്ങനെ പുള്ളി ആ ഭാഗത്തേക്ക് പിന്നെ ഈ താക്കോല ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഈ ട്രോ തുറന്നു കിടക്കുന്നു. പള്ളിയിൽ പോയി തിരിച്ചെത്തിയ കടയുടമ മേശ തുറന്നു കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടമായതായി തിരിച്ചറിഞ്ഞത്. പണവുമായി മോഷ്ടാവ് ഓട്ടോറിക്ഷയിൽ പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. വ്യാപാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ വൻ ലഹരി മരുന്ന് വേട്ടയാണ്. ബാങ്കോക്കിൽ നിന്നെത്തിയ 2 ഉത്തരേന്ത്യൻ യുവതികളിൽ നിന്ന് 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. വിപണിയിൽ ഇതിന് 4.5 കോടി രൂപ വിലമതിക്കും. മോഡലും മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് പിടിയിലായ യുവതികൾ. വിമാനത്താവളങ്ങൾ വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്തൽ വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. മേക്കപ്പ് സാധനങ്ങളെന്ന വ്യാജേനയാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ രാജസ്ഥാൻ ജയ്പൂർ സ്വദേശിനിയും മോഡലുമായ മാൻവി ചൗധരി, മേക്കപ്പ് ആർട്ടിസ്റ്റും ഡൽഹി സ്വദേശിനിയുമായ ചിബൈ സ്വാന്തി എന്നിവരെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. 7.5 കിലോ വീതം ഹൈബ്രിഡ് കഞ്ചാവ് മേക്കപ്പ് വസ്തുക്കളുടെ രൂപേണ പൊതിഞ്ഞാണ് ഇരുവരും കൈവശം വെച്ചിരുന്നത്. സംശയം തോന്നി കസ്റ്റംസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുത്തു. ആർക്കുവേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ മാസം 8-നും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 44 ലക്ഷം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായിരുന്നു.
തായ് എയർവേസ് വിമാനത്തിൽ ബാങ്കോക്കിൽ നിന്നെത്തിയ മുംബൈ സ്വദേശിനികളായ സഫാർ റാഷിദ്, ഷസിയ അമർ എന്നിവരാണ് 1.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി അന്ന് പിടിയിലായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്തൽ വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിന്റെ അന്വേഷണം ഒടുവിലെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക്. കേസിലെ മുഖ്യപ്രതികളും ബംഗാൾ സ്വദേശികളുമായ സുഹൈൽ, അഹിന്ദ എന്നിവരെ മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരുമാണ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ. കേസിൽ ഇതുവരെയും 6 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒറീസയിൽ നിന്നാണെന്ന് പ്രതികൾ മൊഴി നൽകി. വിദ്യാർത്ഥികൾക്കിടയിൽ സുഹൈൽ ബായ് എന്ന് വിളിപ്പേരുള്ള സുഹൈൽ ഷെയ്ഖിനെയും കൂട്ടാളിയുമാണ് പിടികൂടിയത്. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ ആലുവയിൽ നിന്ന് സുഹൈൽ മൂവാറ്റുപുഴയിലേക്ക് ഒളിവിൽ പോയി. പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നത്. കൂട്ടാളി അഹിന്ദ മണ്ടേലിനെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും ചേർന്നാണ് പോളിടെക്നിക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റത്. പിടിയിലായ അനുരാജ് സുഹൈലിന് പണം കൈമാറിയ രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അനുരാജിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഒറീസയിൽ നിന്നാണെന്നാണ് പ്രതികളുടെ മൊഴി. ഇവർ ജില്ലയിലെ കൂടുതൽ ഹോസ്റ്റലുകളിലേക്ക് കഞ്ചാവ് കൈമാറിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് വ്യാപക ലഹരിമരുന്ന് വേട്ട. വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടം വളർത്തിയതിന് കൊല്ലം ഓച്ചിറ സ്വദേശിയെ എക്സൈസ് പിടികൂടി. ഇവിടെ നിന്ന് 38ഓളം കഞ്ചാവ് ചെടികളും 1.5 കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയത്. നെയ്യാറ്റിൻകരയിൽ MDMAയുമായി നിയമ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കോട്ടയത്ത് 2 കിലോയിലധികം കഞ്ചാവുമായി അറസ്റ്റിലായത് ഇതര സംസ്ഥാനക്കാരനായ യുവാവാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ കൊല്ലം എക്സൈസ് ടീം കണ്ടെത്തിയത് വീട്ടുവളപ്പിൽ കഞ്ചാവ് തോട്ടമാണ്. 38ഓളം കഞ്ചാവ് ചെടികളും വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1.5 കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയത്. ഓച്ചിറ സ്വദേശി മനീഷ് മോഹന്റെ വീട്ടിലായിരുന്നു കഞ്ചാവ് കൃഷി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു SS കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നെയ്യാറ്റിൻകരയിൽ MDMAയുമായി നിയമവിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കാരോട് ബൈപ്പാസിൽ നടത്തിയ പരിശോധനയിൽ വള്ളക്കടവ് സ്വദേശി സിദ്ദിഖ്, നിയമവിദ്യാർത്ഥിയായ പാറശാല സ്വദേശി സൽമാൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 21 ഗ്രാം MDMA പിടിച്ചെടുത്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ലഹരിമരുന്ന് വിൽക്കുന്ന സംഘത്തിലെ കണ്ണുകളാണ് ഇവരെന്ന് എക്സൈസ് വ്യക്തമാക്കി. കോട്ടയം നഗരത്തിൽ 2 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ഒഡീഷ സ്വദേശി സുനിൽ ഭോയിയാണ് പിടിയിലായത്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് താമസ സ്ഥലത്ത് കഞ്ചാവ് ചെടി വളർത്തിയ അസം സ്വദേശി ബിബുൽ ഗൊഗോയിയെയും പോലീസ് പിടികൂടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
നെയ്യാറ്റിൻകര തേമ്പാമുട്ടത്ത് 65-കാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശ്യാമ ഭാസ്കറാണ് മരിച്ചത്. കൊല്ലത്ത് 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 90 വർഷം കഠിന തടവും പിഴയും. ചിറയൻകീഴ് സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് കരുനാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 58-കാരനെ മലപ്പുറം ചങ്ങരകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് ചങ്ങരകുളം മൂക്കുതല സ്വദേശി ദാസൻ. പാലക്കാട് വടക്കഞ്ചേരിയിൽ ബൈക്കിലെത്തിയവർ പെട്രോൾ പമ്പിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായി കടന്നു. പുലർച്ചെ 1 മണിയോടെയാണ് 48,398 രൂപ കവർന്നത്. കാസർഗോഡ് മഞ്ചേശ്വരം വർക്കാടിയിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ മദ്യലഹരിയിലെത്തി നഗ്നതാ പ്രദർശനം. കരാർ ജീവനക്കാരനായ ജയരാജന് നേരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. നിലമ്പൂരിൽ 12-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം കഠിന തടവും പിഴയും ശിക്ഷ. 44-കാരനായ ശരത് ചന്ദ്രനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. സിനിമ പോലെ തന്നെ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പുതിയ തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവർ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ കൊള്ളാം, എന്നാൽ പിള്ളേരെ വഴിപിഴപ്പിക്കുന്ന ചില യൂട്യൂബർമാരെ കാണാം. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോപ്പിയടിക്കാനുള്ള കുറുക്കുവഴികൾ എന്ന പേരിൽ പരീക്ഷയിൽ എങ്ങനെ കോപ്പിയടിക്കാം എന്നായിരുന്നു ഉപദേശം. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചതിൻ്റെ അനുഭവവും യൂട്യൂബർ വിവരിക്കുന്നുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധ്യാപകർ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ വിവരമറിയിച്ചു. യൂട്യൂബിലൂടെ കോപ്പിയടിക്കാൻ ആഹ്വാനം നൽകിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പണി കിട്ടുമെന്ന് മനസ്സിലായതോടെ യൂട്യൂബർ വീഡിയോ ഡിലീറ്റാക്കിയെങ്കിലും പോലീസ് പിന്നാലെ ഉണ്ട് കേട്ടോ. ഈ യൂട്യൂബർമാരെ പോലെ കോപ്പിയടിച്ച് പരീക്ഷ ജയിച്ചാൽ ഭാവിയിൽ ഗൈസ് എന്നും മച്ചാന്മാരെന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരും. നന്നായി പഠിച്ച് പരീക്ഷയിൽ വിജയിച്ചാൽ നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഓർത്തോളൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.